അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ വന്നിട്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അവൻ ആ MDയുടെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തതിന്. ആ സമയത്ത് നമ്മുടെ അനി ചോദിക്കുന്നുണ്ട്, അമ്മേ അച്ഛനെന്താ പറഞ്ഞാൽ ഞാൻ MD സ്ഥാനം ഒഴിഞ്ഞേനെന്ന് പറയുമ്പോൾ, നിൻ്റെ അച്ഛനല്ലേ, അയാൾ എന്ത് പറയാനാ, നിൻ്റെ അതേ സ്വഭാവമല്ലേ എൻ്റെ അച്ഛൻ കാണിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അനി എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അവൻ്റെ അമ്മ പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ അബി അവൻ്റെ അമ്മോട് പറയുന്നുണ്ട്, ഞാൻ നാഗേന്ദ്രൻ പറയുന്നത് ഒന്നും കേൾക്കില്ല അമ്മേ, ഞാൻ ആ വഴിക്കൊന്നും പോവില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട്, എന്തായാലും നീ അയാളുടെ കമ്പനിയിലത്തെ ജോലി ഒഴിവാക്കിക്കളാ. ആ സമയത്ത് നമ്മുടെ അബി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നവ്യോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ജലജ പറയുന്നത്, നീ നവ്യോട് ചോദിച്ചിട്ട് എന്താ, അവൾ ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി പറഞ്ഞിട്ട് ജലജ ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ അബിയോട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അബി നേരെ ചെല്ലുന്നത് നാഗേന്ദ്രൻ്റെ അടുത്തേക്കാണ്. ആ നാഗേന്ദ്രൻ ഓരോന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാഗേന്ദ്രൻ പറയേണ്ടത്, നീ എത്രയും പെട്ടെന്ന് നമ്മുടെ ആവന്തികയുടെയും അനിയുടെയും കല്യാണം നടത്തണം, നീ മുന്നിൽ നിർത്തിയിട്ട് നടത്തി കൊടുക്കണം എന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ അബി പറയേണ്ട, അതിന് അനി സമ്മതിക്കണില്ലല്ലോ, അതെങ്ങനെയെങ്കിലുമൊക്കെ നീ സമ്മതിപ്പിച്ചിട്ട് അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം എന്ന് പറയുന്നത് നമ്മുടെ നാഗേന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അനി നന്ദു ഇങ്ങനെ ബീച്ചിലിരുന്ന് സംസാരിക്കേണ്ട. ആ സമയത്ത് അനി നന്ദുവിനോട് പറയുന്നുണ്ട്, നീയല്ലാതെ എൻ്റെ ജീവിതത്തിൽ ആരും എനിക്ക് ഭാര്യയായിട്ട് കാണുന്നത് ഇഷ്ടമല്ല, നിന്നെ മാത്രമേ എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് കാണാൻ ഇഷ്ടമുള്ളൂ, ഏത് പെണ്ണിനും ഞാൻ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുന്നത്, നിന്നെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നന്ദുവിനാണെങ്കിൽ അനിയോട് വലിയ സ്നേഹം തോന്നിയിട്ട് വേഗം തോളത്തൊക്കെ കിടക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.